ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. അതിനു വേണ്ടി 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 30 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. പിന്നെ 2 സവാള ഇതുപോലെ അരിഞ്ഞെടുത്ത് വെക്കണം. ഒരു പൂണ്ട് വെളുത്തുള്ളി റെഡിയാക്കി അരിഞ്ഞു വെക്കണം. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ഇതേ പരുവത്തിൽ ആക്കി വയ്ക്കുക. പിന്നെ ഒരു കഷ്ണം പട്ട, 2 കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു, 5 ഏലക്ക, പിന്നെ 2 മീഡിയം സൈസ് തക്കാളി, അത് കഴിഞ്ഞ് ഒരു 5 പച്ചമുളക്. ഇതെല്ലാം റെഡിയാക്കി വയ്ക്കുക. അതിന് ശേഷം ഒരു ഉരുളിയെടുത്ത് അടപ്പത്ത് വെച്ച് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവയെല്ലാം ഇടുക. അതിന് ശേഷം നന്നാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യുക. വെളുത്തുള്ളി ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടിയും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടിയും വഴറ്റുക. നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടിയും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഒന്നും കൂടിയും ഒരുവിധം വഴണ്ട് വരട്ടെ. വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉള്ളി ഒന്നും കൂടിയും റെഡിയാവട്ടെ. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് ഒന്നും കൂടി വഴറ്റാം. സവാളയും ചെറിയ ഉള്ളി എല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വരട്ടെ. അതുവരെ നമ്മൾ ചെറുതായിട്ട് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഇളക്കി അതിനെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടി, പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് ഒരു സ്പൂണ്, ഒരു ചെറിയ സ്പൂണ്, 1/2 സ്പൂണ് ഉപ്പ് കൂടി നമുക്കിതിനകത്തേക്ക് ഇടാം. ഇട്ടിട്ട് ഒന്നും കൂടിയും വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അങ്ങനെ നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് ആഡ് ചെയ്തിട്ട് അതിനൊന്ന് പിന്നെയും വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ ഉള്ളിയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം വഴണ്ട് നല്ല രീതിയിൽ വരുമ്പോൾ നമുക്കൊരു 3 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പൊടികളിടാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് റെഡിയായി വരുമ്പോൾ ഒന്ന് പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാം.
മല്ലിപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടിയുടെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് അടുത്ത ഒരു സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതാണ് ഇടുന്നത്, പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു സ്പൂണ് ഗരം മസാല. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ പൊടികളുടെ പച്ചമണം പോകുന്നവരെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം, തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ചെറുതായിട്ട് ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ പോയി തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വാടി വന്നതിന് ശേഷം നമുക്ക് തിളപ്പിച്ച കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്നും കൂടി നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇങ്ങനെ തിളപ്പിച്ച വെള്ളം വറ്റിയതിന് ശേഷം പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെയും വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ മസാല നല്ല ടേസ്റ്റിൽ കിട്ടും. പൊടികൾ കരിഞ്ഞു പോവില്ല, മസാല കരിഞ്ഞു പോവില്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ 1-2 പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ അത്രയും നല്ലതാണ്. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് മസാല വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ആഡ് ചെയ്യാം. മട്ടൺ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാലകളെല്ലാം ഇറച്ചിയിൽ പിടിക്കാവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. നന്നായിട്ട് ഇളക്കി മസാലകൾ ഇറച്ചിയിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ മൂടി വെച്ച് വേവിക്കണം. മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ മസാലകൾ ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കും. അതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വേവിക്കാം. നന്നായിട്ട് മസാലകളൊക്കെ ഒന്ന് മിക്സായി വരട്ടെ, ഇറച്ചിക്കകത്ത് പിടിക്കട്ടെ. അതുവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം മിക്സായതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് അതിന് വേണ്ട ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യേണ്ടി വരും. നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായുള്ളൂ. ബാക്കി ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കാം. നല്ലതുപോലെ മസാലയൊക്കെ ഇറച്ചിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇറച്ചിയിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളം കറിയിൽ വെള്ളം തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിയിലുള്ള വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിക്കുക. മുങ്ങി നിൽക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ഏകദേശം 1-1.5 മണിക്കൂറോളത്തോളം എടുക്കും ഇത് വേവാൻ. ഇങ്ങനെ വേവിച്ച് കറി ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുക്കറിൽ വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ഉരുളിയിൽ വയ്ക്കുന്നതാണ് ടേസ്റ്റ്. കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് പണി തീരും. പക്ഷേ ഇതിൽ സമയം കൂടുതലെടുക്കെങ്കിലും ടേസ്റ്റ് കൂടുതൽ ഇതിനാണ്.
എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിൽ വെള്ളം വറ്റുന്നുണ്ടോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യണം. വെള്ളം വറ്റുകയാണെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്. ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുത്. തിളച്ച വെള്ളം ഒഴിക്കണം വെള്ളം വറ്റുകയാണെങ്കിൽ. ഇറച്ചി വെന്തില്ല എങ്കിൽ വെള്ളം കുറവാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഇളക്കണം. അത് നോക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം വെള്ളം വറ്റുന്നുണ്ടോ എന്ന്. വെള്ളം വറ്റുകയാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇപ്പം ഏകദേശം ഇറച്ചി വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു 1/4 ടീസ്പൂണ് വിനാഗിരി വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഒരു 1/4 സ്പൂണ് വിനാഗിരിയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രം എടുത്ത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞ് ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് എല്ലാം കൂടി ഇട്ട് താളിക്കാൻ വേണ്ടി നമുക്ക് അതിനൊന്ന് വഴറ്റി സെറ്റാക്കി എടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഈ താളിക്കാനുള്ളത് അതിൻ്റെ പരുവായി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടണിലേക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മട്ടൺ റോസ്റ്റ് റെഡിയായി. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന അടുത്ത വീഡിയോകൾ കാണാൻ പറ്റുന്നതാണ്. ഞാൻ പല ടൈപ്പ് വീഡിയോകൾ ഇടുന്നുണ്ട്. അത് കാണണമെങ്കിൽ ഇപ്പോൾ ഏകദേശം നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല പ്രത്യേക ടേസ്റ്റാണ് ഇതിന്.